17 വർഷം സർവീസ് ചെയ്തു. 20 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ പഠിക്കുന്നതിലേക്ക് വരുന്നത്. വിതൗട്ട് എനി ഡൗട്ട് എനിക്ക് 100% പറയാൻ പറ്റും, ഇത്രയും എളുപ്പത്തിൽ 8ൽ 5ഓളം എക്സാമുകൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞത് ICDയിൽ നിന്നുള്ള കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുബിൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെ കടയ്ക്കൽ ആണ് എൻ്റെ സ്വദേശം. 2023 വരെ ഇന്ത്യൻ ആർമിയിലെ കോർ ഓഫ് സിഗ്നലിൽ സർവീസ് ചെയ്ത് റിട്ടയറായി വന്ന ഒരാളാണ് ഞാൻ. 17 വർഷം സർവീസ് ചെയ്തു. റിട്ടയറായി വരുമ്പോൾ എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു പ്ലാനിലല്ല ഞാൻ റിട്ടയർ ആയത്. എന്നാൽ പോലും ഒരു ഗവൺമെൻറ് ജോലി ഞാൻ സത്യത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. ഒരു പ്രൈവറ്റ് ഫാമിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് വന്നത്. ഏകദേശം 1 വർഷത്തോളം ഞാനതിൽ ട്രൈ ചെയ്തു. ഒരു ഫാമിൽ ഞാൻ വർക്ക് ചെയ്ത് നോക്കി. പക്ഷേ എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലും ആയിട്ട് അത് ചേർന്ന് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഞാൻ അതിൽ നിന്ന് പുറത്ത് വരികയും തുടർന്നാണ് എന്നുള്ളൊരു ചോദ്യത്തിൽ ബാങ്ക് കോച്ചിങ് എന്നത് എൻ്റെ സുഹൃത്തായ ജോയി ആണ് എന്നെ പറഞ്ഞത്, നമുക്ക് ബാങ്ക് കോച്ചിങ്ങിന് ഒരുമിച്ച് ചേരാം. പിന്നീട് ജോയി ഇതിനെപ്പറ്റി വിശദമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ അവനിലുള്ളൊരു ട്രസ്റ്റാണ് ഇപ്പോൾ ICDയെ പറ്റി. പിന്നീട് ഞാനും ഓൺലൈനായിട്ട് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ കേരളത്തിലെ ബാങ്ക് കോച്ചിങ്ങിൽ ICD ആണ് ഉണ്ടായിരുന്നത്. സോ വിതൗട്ട് എനി ഡൗട്ട് ഞാൻ നേരെ ICDയിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ടുണ്ട്. ആസ് യൂഷ്വൽ എല്ലാവർക്കും ഉള്ള എക്സ് സർവീസുകാർക്കുള്ളതുപോലെ 20 വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ പഠിക്കുന്നതിലേക്ക് വരുന്നത്. സോ എങ്ങനെ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. എന്താണ് ടോപ്പിക്ക് ഒന്നിനെ പറ്റിയും കൃത്യമായൊരു പിക്ചർ ഇല്ലാതെയാണ് ഞാൻ ICDയിലേക്ക് വരുന്നത്. വന്ന് തുടക്കത്തിൽ 2 അല്ലെങ്കിൽ 2 പീരീഡും ഒരു എക്സ്ട്രാ പീരീഡ് ഉൾപ്പെടെ 3 പീരീഡ് അതിൽ എങ്ങനെ ബാങ്കിൻ്റെ ഒരു സിലബസ് കവറാകും എന്നുള്ളത് സത്യത്തിൽ ആദ്യത്തെ ദിവസം ഞാൻ സംശയിച്ചു, ഒറ്റ ദിവസം. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് എൻ്റെ എല്ലാ സംശയങ്ങളും മാറി. വളരെ പ്ലാൻഡായിട്ട് വളരെ കൃത്യമായിട്ട് ചാപ്റ്റർ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഫാക്കൽറ്റീസ് കറക്റ്റായിട്ട് അതിനെ ഫോളോ ചെയ്തു. എനിക്ക് ഒരിടത്തും ആദ്യത്തെ ഒരു 2 ദിവസം കൊണ്ട് ഞാൻ കോൺഫിഡൻ്റായി ഞാൻ കറക്റ്റ് സ്ഥലത്താണ് അല്ലെങ്കിൽ കറക്റ്റ് ട്രാക്കിലാണ് ഞാൻ പോകുന്നത്. സോ എനിക്ക് ഒരിടത്തും എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ ആകെ ഫോളോ ചെയ്ത ഒരേ ഒരു കാര്യം, കൃത്യമായിട്ട് ICDയുടെ ക്ലാസ്സുകളിൽ കൃത്യമായി അറ്റൻഡ് ചെയ്തു. ഒരു ദിവസത്തെ പോലും ക്ലാസ് ടെസ്റ്റോ അല്ലെങ്കിൽ സെക്ഷണൽ ടെസ്റ്റോ ഒരു തവണ പോലും ഒന്നുപോലും അറ്റ്ലീസ്റ്റ് ഫോർ 5 to 6 months ഞാൻ ഒന്നുപോലും മിസ് ചെയ്തിട്ടില്ല. എത്ര തിരക്കാണെങ്കിലും ഞാൻ ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ പോയിരുന്നു. ബാക്കി ദിവസങ്ങൾ കൊല്ലത്ത് തന്നെ സ്റ്റേ ചെയ്തു. എത്ര വീട്ടിൽ പോകുന്ന ദിവസങ്ങളാണെങ്കിലും ഒരു ക്ലാസ്സും ഒരു ടെസ്റ്റ് പോലും മിസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയാണ് പോയത്. അതാ ദിവസത്തെ ക്ലാസ്സുകൾ അന്ന് തന്നെ വൈകിട്ട് ഒന്ന് റിവൈസ് ചെയ്തു. അതിൽ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ അതിൽ ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കും. ഇതായിരുന്നു ഞാൻ ആകെ ചെയ്തിരുന്നത്. പുതുതായിട്ട് പുറത്തുനിന്ന് വേറെ ഒരു സോഴ്സിൻ്റെയും ഹെൽപ്പ് ആദ്യത്തെ ഒരു 4 മാസത്തേക്കെങ്കിലും ഞാൻ എടുത്തിട്ടില്ല. ഒരു ഓഗസ്റ്റ് മാസം വരെ ഞാൻ ICDയുടെ ആപ്പ് ഏറ്റവും ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളത് ICDയുടെ ആപ്പാണ്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. മീൻസ് ഞാൻ ഒരു സ്ഥലത്തും എവിടെയാണെങ്കിലും നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് ലാബിൽ തന്നെ നിൽക്കണം നിർബന്ധമില്ല. നമ്മുടെ ബെഡ്റൂമിലിരുന്ന് നമ്മുടെ റൂമിലിരുന്ന് ഈവൻ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത്രയും കംഫർട്ടബിളായിട്ട് നമ്മുടെ കംഫർട്ടിന് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് ടെസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ICD ആപ്പിൻ്റെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. മറ്റ് നോർമലി ഉള്ള വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഫെസിലിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു ഭയങ്കര പോസിറ്റീവാണ്. അതുപോലെ ക്ലാസ്സുകൾ, ഈവൻ JK സാറിൻ്റെ ക്ലാസ്സുകൾ കുറച്ച് ഫാസ്റ്റായിട്ട് തുടക്കത്തിൽ പലർക്കും ഫീൽ ചെയ്തെങ്കിലും ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളും JK സാർ എടുക്കുന്നത് മറ്റ് ഫാക്കൽറ്റീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നതെങ്കിലും കോൺസെപ്റ്റ് ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ. സോ പിന്നീട് ആ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ JK സാറിൻ്റെ ലോജിക്കൽ റീസണിങ്, ഇപ്പോൾ ഞാൻ ജോലിയിലേക്ക് എത്തി നിൽക്കുന്നത് ആ ഒരു ടെസ്റ്റിൻ്റെ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് JK സാറിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, അതല്ലാണ്ട് മറ്റെവിടെ നിന്നും ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ക്ലാസ്സുകളാണ് ആ ലോജിക്കൽ റീസണിങ് അറ്റൻഡ് ചെയ്യാനും ഈ എക്സാം ക്ലിയർ ചെയ്യാനും മെയിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത്. കാരണം റീസണിങ് മാത്രമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ടഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് സബ്ജക്റ്റുകൾ ICDയിൽ കൃത്യമായിട്ട് അതിനുള്ള സ്റ്റെപ്സ് കറക്റ്റായിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നു. ഒരു സ്ഥലത്തും ഒരു സംശയത്തിനുമില്ല. മറ്റ് വേറെന്തെങ്കിലും തരത്തിലുള്ള മെത്തേഡുകൾ ഫോളോ ചെയ്യേണ്ട, വേറെ ചാനൽ ഫോളോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല.
ഇംഗ്ലീഷിലാണെങ്കിൽ RK സാറിൻ്റെ ക്ലാസ്സുകൾ, എന്ത് സംശയവും കണ്ണുപിടിച്ച് ചോദിക്കാവുന്ന അത്രയും നോളജ് അദ്ദേഹത്തിനുണ്ട്. സോ അതും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ RK സാറിനും വളരെ നമുക്ക് എന്ത് സംശയവും കണ്ണുപിടിച്ച് ചോദിക്കാവുന്ന അത്രയും നോളജ് അദ്ദേഹത്തിനുണ്ട്. സോ അതും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ICDയുടെ ഏറ്റവും എനിക്ക് സ്ട്രോങ് പാർട്ടെന്ന് തോന്നിയിട്ടുള്ളത് ക്വാണ്ടാണ്. എല്ലാവർക്കും പഠിക്കാൻ വരുമ്പോൾ ഞാൻ നമ്മുടെ എക്സ് സർവീസ് ഗ്രൂപ്പുകളിലും മറ്റും ഏറ്റവും കണ്ടിട്ടുള്ളത് ക്വാണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പലർക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഈസി ക്വാണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ ICDയിൽ നിന്ന് നമുക്ക് കിട്ടിയ കൃത്യമായ ഗൈഡ് ലൈൻസാണ്. അതിന് ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡെയിലി ദിവസം പിറ്റേ ദിവസമായ ചിലപ്പോൾ മറക്കും. സോ എത്ര ക്ഷീണം ഉണ്ടെങ്കിലും എന്താണെങ്കിലും അത് അതേ ദിവസം ഫോളോ ചെയ്തിട്ടുണ്ട്. വൈകിട്ട് അതിൽ ഡേറ്റ് ഇട്ട് വയ്ക്കും, ഞാൻ ഈ ദിവസമാണ് ചെയ്തത്. നെക്സ്റ്റ് വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടോ മറ്റോ ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഒരു വട്ടം കൂടെ റിവൈസ് ചെയ്തു, അതിന് ഡേറ്റ് ഇട്ടു, ഏത് ഡേറ്റിലാണ് ചെയ്തത്. അങ്ങനെ ഒരു 3-4 വട്ടം റിവൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിൽ സ്ട്രോങ് ആയി മാറും. സോ ആ ഒരു ഒറ്റ ഇതിലാണ് ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഏകദേശം ഞാൻ അറ്റൻഡ് ചെയ്ത 7-8 എക്സാമുകളിൽ 5 എണ്ണവും പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ എനിക്ക് പറ്റിയത്. SBIയുടെ മെയിൻസ് ഒഴികെ ബാക്കി ബാങ്ക് എക്സാമുകളെല്ലാം എനിക്ക് വളരെ ഈസി ആയിട്ട്, വളരെ ഹാർഡ് വർക്കോ അല്ലെങ്കിൽ ഒത്തിരി എഫർട്ടോ കൊടുക്കേണ്ടി വന്നില്ല. ഞാൻ ആകെ ചെയ്തത് കൃത്യമായിട്ട് ICDയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തു. ഒരു ഓഗസ്റ്റ് മാസത്തിനൊക്കെ ശേഷമാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കുകളുള്ള ആപ്പുകളുടെ സപ്പോർട്ട് എടുത്തത്. അവിടെയും മെത്തേഡുകൾ ഞാൻ ഫോളോ ചെയ്തത് ICDയുടെ എനിക്ക് കിട്ടിയ എന്നെ പഠിപ്പിച്ച മെത്തേഡുകൾ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്ക് അറിയില്ലെങ്കിൽ അതിൽ തന്നിരിക്കുന്ന കൺവെൻഷണൽ മെത്തേഡുകളിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അത് കൂടുതലും ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അനു മിസ്സിനാണ്. അനു മിസ്സിനോടാണ് എൻ്റെ ഡൗട്ട്സ് ഞാൻ കൂടുതലും ഷെയർ ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നീട് ക്ലാസ്സിൽ തുടക്ക സമയത്ത് ഷമീം സാറ് ക്ലാസ് എടുക്കുമ്പോഴും രമേശ് സാർ ക്ലാസ് എടുക്കുമ്പോഴും കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രമേശ് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഒന്നുകൂടി എഴുതിയിട്ട് ക്ലിക്ക് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 25 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും 2 മിനിറ്റ്സ് നമുക്ക് അധികം കിട്ടും. അത് നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അതേപോലെ ഷമീം സാറും ഒരുപാട് സ്ഥലത്ത് നമ്മൾ തെറ്റാൻ സാധ്യതയുള്ളത്, അതായത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ആയിരിക്കും തെറ്റിക്കുന്നത്, ശരിയാകുന്നത് പറഞ്ഞു തരുന്ന ഒത്തിരി പേരുണ്ട്. തെറ്റുന്നത് എവിടെയാണെന്ന്, ഇവിടെ നിങ്ങൾ ഇങ്ങനൊരു തെറ്റ് വരുത്തും എന്ന് പറഞ്ഞു തരുന്നത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷമീം സാറിൻ്റെ ടീച്ചിങ് മെത്തേഡുകളും എല്ലാം ഭയങ്കര എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. എന്നെ എൻ്റെ ലൈഫിൽ പഠിപ്പിച്ചിട്ടുള്ളതിൽ ഏറ്റവും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഷമീം സാറിൻ്റെ ക്ലാസ്സാണെന്ന് എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇത്രയും വർഷം എന്നെ +2 വരെ പഠിപ്പിച്ച്, അതിനുശേഷം ICDയിൽ ഫാക്കൽറ്റീസ് എല്ലാവരും നന്നായിട്ട് പഠിപ്പിച്ചു. സോ അത്രയും ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതിൽ ഷമീം സാറിൻ്റെ ക്ലാസ് എനിക്ക് ഏറ്റവും മനസ്സിലാകുന്നത്, ഈസിലി എനിക്ക് മനസ്സിലായത് ഷമീം സാറിൻ്റെ ക്ലാസ്സുകൾ കുറച്ചുകൂടി എനിക്ക് മനസ്സിലായി. സോ അതൊക്കെ എൻ്റെ എക്സാം റിസൾട്ടുകളിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ എക്സാമുകളും ഞാൻ ക്ലിയർ ചെയ്ത എക്സാമുകളിലെല്ലാം ക്വാണ്ടാണ് ഞാൻ കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരിടത്തും വേറൊരു എക്സാമിനും എനിക്ക് വേറെ ഒന്നിനും മാർക്കിന് ക്വാണ്ടിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാതാണ് ഞാൻ എക്സാമുകൾക്ക് പോയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഞാൻ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് ICDയിലെ എൻ്റെ ഫാക്കൽറ്റീസിനാണ്. ഒരുപാട് താങ്ക്സ്. ഞാൻ ഒത്തിരി ടെൻഷനിലായിരുന്നു, കാരണം +2 വരെയൊന്നും ഞാൻ അത്ര മാത്സിൽ ഒരു മികച്ച റിസൾട്ടുള്ള ആളായിരുന്നില്ല. സോ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം, ICDയിലെ ടീച്ചിങ് മെത്തേഡുകൾ തന്നെയാണ് എന്നെ 100% അതിലോട്ട് എത്തിച്ചത്. പിന്നീട് ഇപ്പോൾ ഏകദേശം 7-8 മാസത്തെ ക്ലാസ്സുകളാണ് ഞാൻ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് പറയാവുന്നത്. 8 മാസത്തിൽ എൻ്റെ OSCLൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഏകദേശം സെലക്റ്റായി. അതിൻ്റെ പ്രിലിംസ് മെയിൻസ് റിസൾട്ട് ക്ലിയറായി, DV കഴിഞ്ഞു. സോ അപ്പോഴാണ് ഞാൻ ക്ലാസ് ഏകദേശം ഒന്ന് അനായാസം ആണ് എന്നെനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് പിന്നിലേക്ക് വന്നത് പഠിക്കുന്നതിൽ. എന്നാൽ പോലും ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. എക്സാമുകളൊക്കെ ആ ഒരു പ്രോപ്പർ ഫോളോ ചെയ്യുന്നതിന് പകരം ആൾട്ടർനേറ്റ് ഡേയ്സിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. പിന്നീടാണ് IBPSൻ്റെയും SBIയുടെയും മെയിൻസ് എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏകദേശം ഡിസംബർ മാസം വരെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കാനറ ബാങ്കിൻ്റെയാണ് ഞാൻ സെലക്റ്റായി ഞാൻ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുവാണ്. സോ വിതൗട്ട് എനി ഡൗട്ട് എനിക്ക് 100% പറയാൻ പറ്റും, ഇത്രയും എളുപ്പത്തിൽ ഞാൻ ഇത്രയും എഴുതിയ ഏകദേശം 8-ൽ 5ഓളം എക്സാമുകൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞത് ICDയിൽ നിന്നുള്ള കൃത്യമായ ഡിറക്ഷൻ അവരുടെ ഡയറക്ഷൻസും കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും കൊണ്ട് വളരെ എളുപ്പത്തിൽ എനിക്ക് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ പറ്റി.
തുടക്കത്തിൽ ഉണ്ടായിരുന്നത് തൊട്ട് ഞാൻ പഠിച്ചു തുടങ്ങി മീൻസ് ബേസിക് മുതൽ നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ തുടങ്ങി മീൻസ് അവിടെ മുതൽ എവിടെ ഏത് ലെവൽ വരെ ബാങ്കിന് ആവശ്യമുണ്ടോ ആ ലെവൽ വരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ട് നമുക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് കിട്ടും. അല്ലാണ്ട് നമ്മളാകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം കൃത്യമായിട്ട് അതാ ദിവസം പഠിപ്പിക്കുന്നത് നമ്മൾ പഠിക്കുക അതാ ദിവസം. അത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്തത്. ICD ക്ലാസ്സുകളും ICD മെത്തേഡുകളും തന്നെയാണ് ഞാൻ അവസാന നിമിഷം വരെ ഫോളോ ചെയ്തത്. വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. സോ എനിക്ക് ICD എനിക്ക് അത്രയും ക്ലോസ് ടു മൈ ഹാർട്ട്. താങ്ക് യു സോ മച്ച്.